കേരളത്തിലെ നിരത്തുകൾ ഓരോ ദിവസം കൂടുന്തോറും അപകടകരമായി മാറുകയാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ്. മനുഷ്യജീവനുകൾക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിൽ നടക്കുന്ന വാഹന മത്സരങ്ങളുടെ ഏറ്റവും പുതിയ ഇരകളായി മാറിയിരിക്കുന്നത് വർക്കലയിലെ ഒരു വയോധികനും കളമശ്ശേരിയിലെ ഒരു യുവ ഡെലിവറി ജീവനക്കാരനുമാണ്. ഈ രണ്ട് സംഭവങ്ങളും ഒറ്റപ്പെട്ടതല്ല, മറിച്ച് സംസ്ഥാനത്ത് വർഷങ്ങളായി തുടരുന്ന ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. ഈ സംഭവങ്ങൾ ഓരോ കേരളീയന്റെയും മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നു. ഒപ്പം നമ്മുടെ റോഡുകൾ എത്രമാത്രം അപകടകരമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. വർക്കലയിലെ വർക്കല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വെച്ച് നടന്ന ദാരുണമായ അപകടം റോഡ് സുരക്ഷാ നിയമങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. വർക്കല കുരയ്ക്കണി സ്വദേശിയായ 78 വയസ്സുകാരൻ വിജയനാണ് ഈ ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞത്. തന്റെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹത്തെ അതേ ദിശയിൽ അതിവേഗത്തിൽ വന്ന ഒരു സ്വകാര്യ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ഒരു നിമിഷത്തെ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കിയത്. കാഴ്ചയിൽ ഒരു സാധാരണ അപകടമെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ പൊതുവെ പിന്തുടരുന്ന അപകടകരമായ ഒരു ഡ്രൈവിംഗ് രീതിയുണ്ട്. ഡ്രൈവർമാരുടെ മത്സരയോട്ടം, സമയക്രമം പാലിക്കാനുള്ള വെപ്രാളം, നിയമലംഘനങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ. വിജയന്റെ മരണത്തിന് കാരണമായ ബസ് ഡ്രൈവറെ വർക്കല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു ജീവൻ നഷ്ടമായതിന്റെ വേദന ആ കുടുംബത്തിന് താങ്ങാൻ കഴിയില്ല. ഈ സംഭവം നടന്നതിന് തൊട്ടു മുമ്പ് കളമശ്ശേരിയിൽ ഒരു യുവ ഡെലിവറി ജീവനക്കാരനായ അബ്ദുൾ സലാമിന്റെ ജീവൻ പൊലിഞ്ഞതും സമാനമായ സാഹചര്യങ്ങളിലായിരുന്നു.